ഗൈസ്, നമ്മളെ ഫ്രിസ്ബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾ എപ്പോഴും പരിചയപ്പെടുന്ന ഓരോ പ്രൊഡക്ട്സ് മാത്രമാണ്. പക്ഷെ ഇന്ന് ഒരു വെറൈറ്റി ആണ്. നമ്മളെ ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മളെ ഷോപ്പിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് ഷോപ്പിന്റെ ഉൾഭാഗം വരുന്നത്. ഇവിടെ നമുക്ക് താഴ്ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു ടോയ്സ് മാത്രമാണ്, സ്മോൾ ടോയ്സ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം എനിക്കറിയില്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു ടോയ് ഷോപ്പ് നമുക്ക് ഉണ്ടോ ഉള്ളത് അറിയത്തില്ല. ഏകദേശം 5000ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടോയ് ഷോപ്പാണ് നമ്മൾ ഫ്രിസ്ബി എന്ന് പറയുന്നത്. പിന്നെ അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ RC കാർ. ഏകദേശം ചെറിയ RC മുതൽ ഏകദേശം ടോപ്പ് ഗ്രേഡ് കാറ്റഗറി വരുന്ന RC വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. RC വരുന്നത് 589 മുതൽ അങ്ങോട്ടാണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 589 മുതൽ നമുക്ക് RC കാർ അവൈലബിൾ ആണ്. ഏകദേശം 12500 വരെയുള്ള RC കാർ, അത് ഹോബി ഗ്രേഡ് കാറ്റഗറിയിൽ വരുന്ന 12500 വരെയുള്ള RC കാർസ് നമുക്ക് അവൈലബിൾ ആയിട്ട്. ഇപ്പുറത്ത് വരുന്നത് നമുക്ക് ജാഗ്വിൽസ് എന്ന് പറയും, സ്വിഷിന്റെ കമ്പനി ഇറക്കിയ വാച്ച്. കുറേ വാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. 799 മുതൽ അങ്ങോട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. വെറൈറ്റി ഓഫ് വാച്ച് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കുട്ടികളുടെ ഡൈപ്പേഴ്സ് ആണ്. ഫെദർ ഡൈപ്പേഴ്സിന്റെ കുറേ ഡൈപ്പേഴ്സ് നമുക്ക് കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ സെബാമെഡിന്റെയും സിറ്റഫെല്ലിന്റെയും കുറേ പ്രോഡക്റ്റ് വരുന്നത്. സെബാമെഡിന്റെയും സിറ്റഫെല്ലിന്റെയും കുറച്ച് ലോഷൻസ്, സോപ്പ്, ഷാംപൂ, 0+ മന്ത്സ് മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒത്തിരി ബുക്സ്. കുട്ടികൾക്ക് റീഡിങ് വായിക്കാനുള്ള ബുക്സ്, അത് മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. അതുപോലെ തന്നെ റൈറ്റിംഗ് ബുക്സ് ഉണ്ട്, റീഡിംഗ് ബുക്സ് ആയിട്ടുണ്ട്, പിന്നെ കളറിംഗ് ബുക്സ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഫ്ലാഷ് കാർഡ്സ് വരുന്നുണ്ട്. കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ആൽഫബറ്റ്സ് പഠിക്കാനും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആനിമൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഫ്ലാഷ് കാർഡ്സും നമുക്ക് വരുന്നുണ്ട്. നേരെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സോഫ്റ്റ് ടോയ്സ് കൂടെ കാണാം. സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 300-400 രൂപ മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് ഒത്തിരി സോഫ്റ്റ് ടോയ്സ് വരുന്നുണ്ട്. അതിൽ പല പല വെറൈറ്റി ടോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കുഞ്ഞു സോഫ്റ്റ് ടോയ് മുതൽ ഏറ്റവും വലിയ ഒരാളുടെ ഹൈറ്റ് വരുന്ന സോഫ്റ്റ് ടോയ് വരെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കൊച്ചു കുട്ടികൾക്കായാലും പിന്നെ നമ്മുടെ ലവേഴ്സിനായാലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതുപോലത്തെ സോഫ്റ്റ് ടോയ്സ് ആയിരിക്കും. കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നതും ഇതുപോലത്തെ സോഫ്റ്റ് ടോയ് ആയിരിക്കും. അപ്പം നമ്മളുടെ ഷോപ്പിൽ ഇത്രയും വിശാലമായ സോഫ്റ്റ് ടോയ് സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ട്രാൻസ്ഫോമേഴ്സ് കാണാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസാണ് ട്രാൻസ്ഫോമേഴ്സിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6+ ഏജ് മുതൽ നമുക്ക് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഇതൊക്കെ വരുന്നത്. അത് ബാങ്കിൾ മേക്കിങ്, ഇയറിങ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ അതിന് നേരെ താഴെ പോയി കഴിഞ്ഞാൽ 3+ ഏജ് മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്ലോക്സ് ഐറ്റംസ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് കാറ്റലോഗ് നോക്കി ചെയ്യാൻ പറ്റിയതും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ അടിപൊളി ബ്ലോക്സ് ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ നേരെ അപ്പുറത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒത്തിരി മാഷ ആൻഡ് ബിയറിൽ ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് വെറൈറ്റി ആയിട്ടുള്ള മാഷകൾ. അതിൻ്റെ ഹൗസ് വരുന്നുണ്ട്, അത് സിംഗിൾ പീസസ് വരുന്നുണ്ട്, മാഷ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ബിയർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഈ ഒരു നിരയിൽ വെച്ചിട്ട് കാണാം. താഴത്തിന് വെച്ചിട്ട് ചോട്ടാ ഭീംസിൻ്റെ കുറേ ഐറ്റംസ്, അത് ചോട്ടാ ഭീം ക്യാരക്ടേഴ്സ് ആണ്. ചോട്ടാ ഭീം എന്ന് പറയുന്ന കാർട്ടൂണിൽ ഒത്തിരി എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പീകോക്കിൻ്റെ കുറച്ച് കുഞ്ഞു ബ്ലോക്സ് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റിയ ബ്ലോക്സ് ആണ്. പിന്നെ മാഷ ആൻഡ് ബിയറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറേ ഇതുപോലത്തെ മാർവലിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് താനോസ്, അയൺമാൻ, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് മാർവൽസിൻ്റെ ആയിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ അവിടെ തന്നെ ആയിട്ട് അവഞ്ചേഴ്സിൻ്റെ കുറേ ഫുൾ പാക്കായിട്ട് വരുന്നതാണിത്. പിന്നെ ഇതുപോലത്തെ എന്താ പറയുക, ഷൂട്ട് ടൈപ്പ് ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ നെറ്റ് പോലത്തെ നമ്മൾ നെറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഐറ്റമാണിത്. നമുക്ക് ഷൂട്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ബീറ്റിൻ്റെ കുറേ മേക്കിംഗ് കിറ്റായിട്ടാണ് വരുന്നത്. കാലിഡോസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. നേരെ താഴേക്ക് വന്ന് നമുക്ക് കുറേ മാഗ്നറ്റിക് ബ്ലോക്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ വെറൈറ്റി ഉണ്ട്. നമുക്ക് നോർമൽ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അതിൽ തന്നെ LED ലൈറ്റ്സ് വരുന്ന ടൈപ്പ് വരുന്നുണ്ട്. അതൊക്കെ LED ലൈറ്റ്സും കൂടി LED ലൈറ്റ്സ് വരുന്ന ഒരു ടൈപ്പാണ്.
ഇങ്ങനത്തെ കുറേ നമുക്ക് മാഗ്നറ്റിക് ബ്ലോക്സ് വരുന്നുണ്ട്. പിന്നെ അതിന് നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പെപ്പാപ്പിക്കിൻ്റെ കുറേ പ്രൊഡക്ട്സ്. അത് നമുക്ക് പെപ്പാപ്പിക്കിൻ്റെ സോഫ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ നോർമൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നതുകൊണ്ട് അത് ഒത്തിരി നമുക്ക് പെപ്പാപ്പിക്കിൻ്റെ ഇതുപോലത്തെ സാധനങ്ങൾ അവൈലബിൾ. കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ബാർബി എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒത്തിരി ബാർബീസ് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒത്തിരി ബാർബീസിൻ്റെ സെക്ഷൻ. അത് സിംഗിൾ പീസസ് മുതൽ നമുക്ക് കോംബോ ആയിട്ടും അതുപോലെ തന്നെ ഓരോ സെറ്റായിട്ടും വരുന്ന ബാർബീസ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് പ്രൈസ് ഏകദേശം ഒരു 500 രൂപ, 449 രൂപ മുതൽ അങ്ങോട്ട് ബാർബീൻ്റെ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ഒത്തിരി ബാർബീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഓഫേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓഫർ എന്ന് പറയുന്നത് 999 ഒരു ബാർബി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതേ ഒരു ബാർബി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ 2500 നമുക്കൊരു ബാർബി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2500 മേലെ ബാർബി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടിഫിൻ ബോക്സ്, ബാർബിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതിന് 3000 മേലെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാർബീൻ്റെ ഒരു ബാഗ്, ബാർബീൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ബാഗ് നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതാണ്. ഒത്തിരി ബാർബീൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ നേരെ വരുന്നത് നർഫിൻ്റെ ഗൺസാണ്. അത് നമുക്ക് ഒത്തിരി ഗൺസ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഓഫറിൽ കിടക്കുന്ന ഗൺസാണ് ഇത് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 25% ഓഫ് വരുന്നുണ്ട്. ഇതിന് വെറും 999 മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ കൂടുതലായിട്ട് നമുക്ക് ഒത്തിരി ഗൺസ് കോംബോ ആയിട്ട് വരുന്നുണ്ട്, നോർമലായിട്ട് വരുന്നുണ്ട്, കുഞ്ഞ് ഗൺസ് ഉണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് ഷൂട്ടറായിട്ടുള്ള ബുള്ളറ്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് വാട്ടർ ഗൺസ് നമുക്ക് ഇവിടെ ലഭിക്കും. നേരെ അതിൻ്റെ തൊട്ടടുത്തുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേലേക്ക് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഡ്രോൺസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ബ്ലോക്സ്, ട്രെയിൻ ട്രാക്ക് സെറ്റ് കാണാൻ വേണ്ടി പറ്റും. ബ്ലോക്സിൻ്റെ ട്രെയിൻ ട്രാക്ക് സെറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ നമുക്ക് ട്രാക്ക് സെറ്റായിട്ടാണ് അവിടെ ആ സെക്ഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നേരെ താഴെ വരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത് പിയാനോ ആയിട്ട് വരുന്നുണ്ട്, ഗിറ്റാറായിട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാൻ, അത് പാരൻസ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് തന്നെ കുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ലിറ്റിൽ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിയറിംഗ് വീൽസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലത്തെ ഇതൊരു നമുക്ക് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി 3+ ഏജ് 3 വയസ്സിന് മേലോട്ടുള്ള കുറേ ഐറ്റംസ്, അതായത് ഡോക്ടർ സെറ്റ്, കിച്ചൺ സെറ്റ്, ബ്യൂട്ടി സെറ്റ്, അങ്ങനത്തെ കുറേ കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അത് ഇതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സെറ്റൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ബാറ്ററി ടോയ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പലതരം, ഞാൻ എടുത്ത് പറയുന്നില്ല, പലതരം വെറൈറ്റി ഓഫ് ബാറ്ററി ടോയ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഡൈനോസേഴ്സ് കാണാം. ഇത് നമുക്ക് കുഞ്ഞ് ഡൈനോസറാണ്. ഇത് നമുക്ക് മൂവിങ് ഉണ്ടാവില്ല, പക്ഷെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഡൈനോസറാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ലിറ്റിൽ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൗണ്ടും കാര്യങ്ങളും വരുന്നതാണ്. അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ടാവും. പിന്നെ നമുക്ക് ടോക്ക് ബാക്ക് ഇതൊക്കെ വരുന്ന ഒരു യൂണിക്കോണാണ്. പിന്നെ നമുക്ക് ഡൈനോസറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ടോക്ക് ബാക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡൈനോസറാണ്. പിന്നെ വരുന്നത് ഏറ്റവും വലിയൊരു ഡൈനോസറാണ്. ഇതാകുമ്പോൾ ഇതിൻ്റെ വിങ്സും കാര്യങ്ങളും മൂവിങ് ആയിരിക്കും, ഇതിൻ്റെ കഴുത്തും ഒക്കെ മൂവിങ് ആയിരിക്കും. പിന്നെ സൗണ്ട് അതെടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ സൗണ്ട് തന്നെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു സൗണ്ടാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ അതിന് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ജങ്ക ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ജങ്കൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് ജങ്കയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ കളിക്കാൻ പറ്റിയ ജങ്കേൻ്റെ കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് ചെറുത് വരുന്നുണ്ട്, വലുത് വരുന്നുണ്ട്, അതിൻ്റെ ബിഗ്ഗർ സൈസായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പുറത്തെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒത്തിരി ബോർഡ് ഗെയിംസ് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് കുട്ടികൾക്ക് കളിക്കേണ്ടതുണ്ട്, വലിയവർക്ക് കളിക്കേണ്ടതുണ്ട്, പലതരം നമുക്ക് ബോർഡ് ഗെയിംസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൺ സ്കൂൾ ബ്രാൻഡിൻ്റെ ഒത്തിരി ഐറ്റംസ്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരം ഐറ്റംസ് നമുക്ക് വെച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് കുട്ടികൾക്ക് എന്താ പറയുക, ആനിമൽസിനെയൊക്കെ തിരിച്ചറിയാൻ അതൊരു മാഗ്നറ്റിക് ടൈപ്പ് മാഗ്ന വുഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് വരുന്നത്. പിന്നെ ഫ്ലാഷ് കാർഡ് റീഡർ, ഇതൊക്കെ ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അതിന് നേരെ താഴേക്ക് വന്ന റുബിക്സ് ക്യൂബും കുറേ കാര്യങ്ങൾ കാണും. അത് 2x2 ഉണ്ട്, 3x3 ഉണ്ട്, 4x4, 5x5 ഒക്കെ വരുന്നുണ്ട് റുബിക്സ് ക്യൂബ്. ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിനകത്ത് സോഫ്റ്റ് ഓയിൽ തന്നെ അടങ്ങിയൊരു ഐറ്റമാണിത്. ഇത് ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. മൂവ്മെൻറ്റ്സ്, സൗണ്ട് കാര്യങ്ങൾ, ഇപ്പം ഒരു ക്യാറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ ക്യാറ്റിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലൊരു ഐറ്റമാണ് വരുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും
കുറേ പോക്കിമോൻ കാർഡ്സ്, അത് വെറൈറ്റി ഓഫ് പോക്കിമോൻ കാർഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് സിംഗിൾ പീസ് ആയിട്ട് വരുന്നുണ്ട്, ബോക്സ് പീസ് ആയിട്ട് വരുന്നുണ്ട്, ഒത്തിരി ബോക്സ് പീസസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മെക്കാനിക്സ് ഐറ്റംസ്. അത് നമുക്ക് 4+, 5+ ഏജ് മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെക്കാനിക്സ് ഐറ്റംസ് ആണ്. ഇത് ഫുൾ മെറ്റലായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഓരോ ഫ്രെയിം കാര്യങ്ങളൊക്കെ വരുന്ന മെറ്റലാണ്. കുട്ടികൾക്ക് നമുക്ക് മെറ്റൽ ഇത് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ വണ്ടികളും കാര്യങ്ങളും പിന്നെ ഓരോ മനുഷ്യനെയും അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഓപ്പോസിറ്റ് സെക്ഷൻ വന്നിട്ട് കുറേ വാട്ടർ ബോട്ടിൽസ് കാണും, വെറൈറ്റി ഓഫ് വാട്ടർ ബോട്ടിൽസ്. കുട്ടികൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് കുറേ വാട്ടർ ബോട്ടിൽസൊക്കെ വേണ്ട വരും. അപ്പം അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫാൻസി ഐറ്റംസ് ആണ്, കുട്ടികളുടെ കമ്മൽ, മാല, റിങ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ പെന്ന്, പെൻസിൽ, അങ്ങനത്തെ ഒരു ഫാൻസി ടൈപ്പ് പെൻസൊക്കെയാണ് ഇതൊക്കെ വരുന്നത്. പെൻസിൽസ് ഒത്തിരി ഐറ്റംസ് ഇവിടെ വരുന്നത്. ഇതിന് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി ഇൻകോൻ്റെ കുറേ കുട്ടികളുടെ ന്യൂ ബോൺ ബേബീസിൻ്റെ പ്രൊഡക്ട്സ് ആണ്. അത് ഡ്രസ്സസ്, കുറേ 5 പാക്കിൻ്റെ ഡ്രസ്സസ് വരുന്നുണ്ട്, ക്യാപ്സ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ന്യൂ ബോൺ ബേബീസിന് എല്ലാം വേണ്ടുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരും. മാത്രമല്ല നമുക്ക് മേലെ 2 റൂംസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ സ്റ്റെയർ കയറിയിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ലിഫ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നേരെ കാണാൻ വേണ്ടി പറ്റും പൃഥ്വിന്റെ വലിയ ലോഗോ. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കുറെ പ്രോഡക്ട്സ് നമുക്ക് ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. ബിഗ് ടോയ്സ്, ബിഗ് കാർസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് റൂംസ് വരുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട്. നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് റൂംസിലേക്ക് പോവാം. എന്തൊരു വിശാലമായ വലിയ ടോയ്സിന്റെ ഒരു ബിഗ് ഷോറൂം തന്നെ എന്ന് പറയാം. അത്രയും അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ബിഗ് ടോയ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സർവീസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ വരുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിലും നമുക്ക് ഇവിടെ എന്താ പറയുക അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ ബിഗ് ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് സർവീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കുന്നതാണ്. ഈ ഒരു സെക്ഷനിലേക്ക് വന്ന് നമുക്ക് ഗ്ലോബ്സും കാര്യങ്ങളൊക്കെ കാണാം. ചെറിയ ഗ്ലോബ്സ്, വലിയ ഗ്ലോബ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ സ്പോർട്സ് ഐറ്റംസ്, ഫുട്ബോള്, ക്രിക്കറ്റ് ഐറ്റംസ്, സെറ്റായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിന് നേരെ സ്കേറ്റിംഗ് സ്കൂട്ടേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഒത്തിരി ചെറിയ കുട്ടികൾക്ക് മുതൽ ഏകദേശം ഒരു വലിയ 30-40 kg വെയിറ്റ് കപ്പാസിറ്റി വരുന്നവരെ സ്കേറ്റിംഗ് സ്കൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഫുൾ ബിഗ് കാർസ് ആണെങ്കിലും ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഫുൾ ബൈക്സ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അത് നോർമൽ ബൈക്സ് ഉണ്ട്, നമുക്ക് സ്പോർട്സ് ബൈക്കായിട്ട് വരുന്നുണ്ട്. എല്ലാം അത്രയും നല്ല കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് പറയുക. അത്രയും ഫിനിഷിങ്ങുള്ള ഓരോ ബൈക്സ് കാണാൻ വേണ്ടിയിട്ട്. അത് ചെറിയ മോഡൽസ് മുതൽ വലിയ മോഡൽസ് വരെ നമുക്ക് ബൈക്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതും അഫോർഡബിൾ പ്രൈസ് മാത്രമേ ഉള്ളൂ ബൈക്സിനൊക്കെ വരുന്നത്. പിന്നെ കുറേ മാജിക് കാർസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ നേരെ മേലെ കുട്ടികൾക്കുള്ള ഊഞ്ഞാല് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ റൈഡ് ഓൺസ് ഇതൊക്കെ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് കുട്ടികൾക്കുള്ള പോട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേബി ബാത്തർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോട്ടിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും കുട്ടികൾക്കുള്ള ചെയേഴ്സ്, ഒത്തിരി ചെയേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മെറ്റൽ ടൈപ്പ് ഉണ്ട്, പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട്, എല്ലാ ടൈപ്പിലും ചെയേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നേരെ താഴെ വെറൈറ്റി ഓഫ് തൊട്ടിൽസ്, കുറേ തൊട്ടിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നേരെ ഈ ഒരു സൈറ്റ് തന്നെ നമുക്ക് ഇവിടെ ടെന്റ് ഹൗസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഒത്തിരി ടെന്റ് ഹൗസ്, അത് ക്യാരക്ടർ ബേസിലുള്ള ടെന്റ് ഹൗസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതിന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കുള്ള സ്ലൈഡേഴ്സ് കാണാൻ വേണ്ടി പറ്റും. അത് ചെറിയ സ്ലൈഡർ മുതൽ വലിയ സ്ലൈഡേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി നേരെ അപ്പുറത്തേക്ക് പോയി നോക്കാം. അവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷന് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡൈകാസ്റ്റ് കാർസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് സ്റ്റാർട്ടിങ് തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാർസ് ആയിരിക്കും, 64 സ്കെയിലുള്ള കാർസ് ആയിരിക്കും ഇതൊക്കെ വരുന്നത്. അത് മെജോറിറ്റി ബ്രാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ബുറാഗ ബ്രാൻഡിൽ ബ്ലിസ്റ്റർ പാക്കിലാണ് നമുക്കിത് വന്നേക്കുന്നത്. ഇനി ഇവിടെ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ബില്ലിംഗ് സെക്ഷൻ്റെ ബാക്കിലായിട്ട് വെച്ചേക്കുന്നത് നമുക്ക് 64 സ്കെയിലിൽ വരുന്ന കുറേ ഡൈകാസ്റ്റ് കാർസ് ആണ്. അതിൽ നമുക്ക് പലതരം ബ്രാൻഡ്സ് വരുന്നുണ്ട്. എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് മിനി ജി ടി വരുന്നുണ്ട്, ടക്കാര ടോമി, CCA, അങ്ങനെ കുറച്ചധികം ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ 64 സ്കെയിലിൽ വരുന്ന കാർസാണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 43 സ്കെയിലിൽ വരുന്ന പലതരം ബ്രാൻഡ്സിൽ വരുന്ന ബുറാഗോ വരുന്നുണ്ട്, സോളിഡോ വരുന്നുണ്ട്, CCA വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് 43 സ്കെയിലിൽ അവൈലബിൾ ആയിട്ട് വരുന്ന കാർസിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. പിന്നെ വരുന്ന നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സോളിഡോ ബ്രാൻഡിൽ തന്നെ 18 സ്കെയിലിൽ വരുന്ന കുറച്ച് കാർസാണ്.
അത് വെറൈറ്റി ഓഫ് കാർസ് നമുക്ക് അവൈലബിൾ ആണ്. പലതരം മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിന് നേരെ താഴെ വന്ന 18 സ്കെയിലിൽ തന്നെ നമുക്ക് ബുറാഗോ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെയ്സ്റ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡും വരുന്നുണ്ട്. ഇതൊക്കെ ഒഫീഷ്യൽ ബ്രാൻഡ്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ വരുന്ന ഇതും ഏകദേശം 32 സ്കെയിലിൽ വരുന്ന കുറച്ച് RMZ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ബ്രാൻഡ് ലൈസൻസ്ഡ് ബ്രാൻഡ് ആയിട്ടുള്ള RMZ സിറ്റിയിലെ കുറച്ച് കാർസാണ്. പിന്നെ വരുന്നത് ഒക്കെ 24 സ്കെയിലാണ്. അത് ബുറാഗോ വരുന്നുണ്ട്, മെയ്സ്റ്റോ വരുന്നുണ്ട്. അതിലും വെറൈറ്റി ഓഫ് കാർസ് നമുക്ക് അവൈലബിൾ ആയിട്ട്. നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ബ്രാൻഡിന്റെ പേരാണ് ഓട്ടോ വേൾഡ്. അതിലാണ് നമുക്ക് ഏകദേശം 14,000 രൂപ റേറ്റ് വരുന്ന കാർസാണ് ഇതൊക്കെ വരുന്നത്. അതിൽ പക്ക ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കുറച്ച് ബൈക്സ് വരുന്നുണ്ട്, അതായത് റോയൽ എൻഫീൽഡിന്റെ ബൈക്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയ്സ്റ്റോ ബുറാഗോയിൽ ഒത്തിരി ബൈക്ക്, സ്പോർട്സ് ബൈക്കൊക്കെ നമുക്ക് ഒരു സെക്ഷനായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട് ഇവിടെ. നേരെ ഫേസിൽ തന്നെ നമുക്ക് ഇവിടെ ഹോട്ട് വീലിന്റെ ട്രാക്ക് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴത്തിനായിട്ട് ലെഗോ സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ലെഗോ. അതുപോലെ വെറൈറ്റി ഓഫ് ഡോട്ട് ചാർജർ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അക്രിലിക് ബോക്സിൽ വരുന്ന കുറേ F1 കാർസ്. അതിൽ നമുക്ക് വാൾ ഹാങ്ങിങ് കാർസ് വന്നിട്ടുണ്ട്. ബ്ലിസ്റ്റർ പാക്കിൽ ഒത്തിരി മോഡൽസ് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറേ ഐറ്റംസ് നമുക്ക്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽസാണ് 64 സ്കെയിൽ എന്ന് പറഞ്ഞ കളക്റ്റബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ നമുക്ക് ഇതുപോലെ എന്താ പറയുക, ഒരു 5 പാക്കിൽ വന്ന ഒരു മോഡൽസാണ് ഇതൊക്കെ. പോർഷെ സെറ്റ് ഉണ്ട്, വോൾസ് വാഗന്റെ സെറ്റ് ഉണ്ട്, അത് ലിമിറ്റഡ് എഡിഷൻ കാർസ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് 5 പാക്കിന്റെ കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. മെസ്സി, റൊണാൾഡോ, ടോം ആൻഡ് ജെറി, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കാറിന്റെ ഡാഷ്ബോർഡിലൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു. നമ്മുടെ ഷോപ്പിന്റെ ഫുൾ വിഷ്വൽസ് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നിട്ട് നമ്മളുടെ കൂടെ ഇതുപോലത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളുടെ പേജിൽ കിടപ്പുണ്ട്. എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യേണ്ടവർ വിസിറ്റ് ചെയ്യുക. എല്ലാം പർച്ചേസ് ചെയ്യാം. എല്ലാവർക്കും ഹൈ ബൈ.